ബിക്കോസ് അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാർട്ടി വരുമ്പോൾ ഇഷ്ടംപോലെ ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒത്തിരി ബിൽഡിങ്സ് പോകും, ആൾക്കാർ ഇങ്ങനെ ഹൗസ് ലോൺ. പിന്നെ ഒരു പാർട്ടി വരുമ്പോൾ ലോൺസിനൊക്കെ അങ്ങനത്തെ ഇവിടെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബിഗ് ഗ്രൂപ്പ് ഇസ് മലയാളി എന്ന് പറയാം. അല്ല, വേറെ ആരാണ്? ഗുജറാത്തികളുണ്ട്, യു പി. ബോംബെനെ സംബന്ധിച്ചിടത്തോളം യു പിക്കാരാണ്, യു പി ബീഹാറിലെ ആൾക്കാരാണ് ബോംബെ നഗരത്തിൽ. ഇതൊരു മിക്സഡ് കൾച്ചർ പ്ലേസ് ആണ്. ഒരു മിനി ഇന്ത്യ എന്നൊക്കെ പറയില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു ഡൽഹിയിലൊക്കെ ഒരു പ്രഗതി മൈതാനം ഉണ്ട്, അതുപോലെയാണ് ഇവിടെ ന്യൂ ബോംബെയിൽ. എല്ലാ സംസ്ഥാനങ്ങളുടെയും ട്രേഡ് ആൻഡ് കൾച്ചറൽ പ്രൊമോഷന് വേണ്ടിയിട്ട് സർക്കാർ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റിന് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, ട്രേഡ് ആൻഡ് കൾച്ചറൽ പ്രൊമോഷൻ ഫോർ ദെയർ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രൻസ് വളരെ പ്രോഗ്രസീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ രാജ് ഠാക്കറെ ഫാക്ടറോ അല്ലെങ്കിൽ ബാൽ ഠാക്കറെ ഫാക്ടറോ അതൊന്നും ഇവിടുത്തെ ഡെവലപ്മെന്റ്സിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഇവിടുത്തെ ഈ കമ്മ്യൂണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ഹിറ്റ് ഇപ്പൊ 3 days ആയി ഞാൻ പേപ്പറിൽ നോക്കുന്നത് അബ്ദുൾ കസാബിനെ കുറിച്ച് മാത്രമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ടെറർ കൈൻഡ് ഓഫ് ഫോക്കസിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റിന്റെ ഒരു ഡെവലപ്മെന്റിനെ ഒന്ന് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ എങ്ങനെയാണത്? പക്ഷെ അതാണ് ബോംബെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ അങ്ങനെ ഒരു നിശ്ചലമാവുന്നൊരു നഗരമല്ല. കാരണം ഒരിക്കലും ഉറങ്ങാത്തൊരു നഗരം എന്നാണ് ബോംബെ. ബോംബെ ഈസ് എ സിറ്റി ഓഫ് ഡ്രീംസ് ആൻഡ് ഡ്രീം സെല്ലേഴ്സ് അങ്ങനെ പറയാം. അപ്പം നമ്മളൊരിക്കലും ബോംബെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ബോംബെയിൽ ഉണ്ടാവില്ല. ബോംബെ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, നശിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ മാത്രമേ ബോംബെയിൽ ഉണ്ടാവുള്ളൂ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് ബോംബെ നോർമലാവും. ഇപ്പം ഈ കസബിൻ്റെ നേതൃത്വത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്, അതിന് മുന്നും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ തന്നെ വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർക്കസ്ട്രേറ്റഡ് ആണ്, അല്ലാണ്ട് ബോംബെയിലെ ജനങ്ങളും മഹാരാഷ്ട്രയിലെ ജനങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ളൊരു സംഭവമല്ല അത്. അതെ, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ദ പീപ്പിൾ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ദൃക്സാക്ഷിയുള്ള ഈ 3 സംഭവങ്ങൾ ഞാൻ പറയാം. ഒരിക്കലുണ്ടായിട്ടുള്ള വർഗീയ ലഹള, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ ചെവി നോർമലായത്. കാരണം ബോംബ് പൊട്ടണേൻ്റെ എയർ ഇന്ത്യ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. എയർ ഇന്ത്യ ബോംബെയിൽ എയർ ഇന്ത്യ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇതിന് മുന്നുണ്ടായ ബോംബ് ബ്ലാസ്റ്റ്. അപ്പം ഈ ആക്രമണം ഉണ്ടാകുമ്പോഴും ഞാൻ അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഇതറിയാതെ ഞാൻ വീട്ടിലേക്ക് എത്തി, അറിയുന്നത് പക്ഷെ പേടി തോന്നിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും പോയി. കാരണം നമ്മുടെ NM കൃഷ്ണദാസ് MP അതിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ അങ്ങോട്ട് പോയി. പക്ഷേ പോലീസുകാർ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ NM കൃഷ്ണദാസിനെ അവർ പുറത്ത് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇപ്പോൾ കോയമ്പത്തൂരിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ട്, അത് എല്ലാവരുടെയും ഫേമസ് ആണ്. അപ്പൊ അത് വന്ന ശേഷം ടോട്ടലി അവിടുത്തെ ബിസിനസ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 24 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 48 മണിക്കൂറുണ്ട് നഗരം നോർമലായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഈ ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ടും അതിനുശേഷം ഇവിടെ റേഡിയോയിൽ കൂടെ, TV കൂടെ, പത്രമാധ്യമങ്ങളിൽ കൂടെ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ടൊരു അപ്പീൽ കൊടുത്തു. ബോംബെയിലുള്ള എല്ലാ ബ്ലഡ് ബാങ്കും നിറഞ്ഞു, ബ്ലഡ് വെക്കാൻ സ്ഥലമില്ലാണ്ടായി മാറി. അതാണ് ബോംബെയിലത്തെ ജനങ്ങൾ. കാരണം ബോംബെ നശിച്ചാൽ എല്ലാവരുടെയും ജീവിതമാർഗം തന്നെ നശിച്ചില്ലേ, അതാണ്. തീർച്ചയായിട്ടും അത് സാർ നേരത്തെ പറഞ്ഞത് അത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. ഒരു മിനി ഇന്ത്യയാണ്, എല്ലാ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലം. പിന്നെ വളരെയധികം വിശ്വാസ്യതയുള്ള ഒരു നഗരമാണ് ബോംബെ പോലെ വിശ്വാസ്യതയുള്ള ഒരു നഗരം ലോകത്തുണ്ടാവില്ല. കാരണം ഞാൻ ഇന്നലെ കണ്ട മാർവാടി, മിനിഞ്ഞാന്ന് പരിചയപ്പെട്ട മാർവാടി, ഞാൻ ചെന്നിട്ട് പറയുന്നത് എനിക്കൊരു 50 ലക്ഷം രൂപ വേണം, 1 കോടി രൂപ വേണം. എന്തിനാന്ന് പോലെ അയാൾ ചോദിക്കില്ല. കാരണം നമ്മളുടെ ഒരു സ്വന്തം ജ്യേഷ്ഠനോട് ഒരു 10,000 രൂപ ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടില്ല. മാർവാടിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് 1 കോടി രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ടാവും, അയാൾക്ക് പലിശ കൊടുക്കണം, നമുക്ക് അതിനെ സിക്കും. പക്ഷെ അപ്പം തരും പൈസ അയാൾ. വിശ്വാസം. ബിസിനസ്സിൽ ഇത്രയും വിശ്വാസമുള്ള നഗരം ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെ ഉണ്ടാവില്ല. അത്രയും നല്ല നഗരം. തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് തിരിച്ച് പോകണം എന്നുള്ള ഐഡിയ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത്. തീർച്ചയായും മുംബൈ എന്ന് പറയുന്നത് ലൈക്ക് ഒരു എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഈ ഗൾഫിൽ പോകുന്ന മാതിരി ഒരു ഇന്ത്യത്തെ ഒരു ഗൾഫ് എന്ന് പറയാമോ? ഇവിടെ ഏത് രീതിയിലും വന്നാലും രക്ഷപ്പെടാൻ പറ്റും. ഞങ്ങളൊക്കെ പറയും സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് പറയാം. കാരണം നമുക്ക് എത്ര വേണമെങ്കിലും വളരാൻ പറ്റുന്ന ഒരു നഗരമാണ് ബോംബെ. അതാണ് ബോംബെയുടെ പ്രത്യേകത. കച്ചറ പെറുക്കുന്നവൻ കോടീശ്വരനായിട്ടുള്ള ഒരാൾ എനിക്കറിയാം. കച്ചറ പെറുക്കുന്നവൻ കോടീശ്വരനായിട്ടുള്ള ഒരാളല്ല, നിരവധി ആളുകൾ എനിക്കറിയാം.
അത് അയാൾ പണ്ട് ഇന്ത്യ വിഭജന കാലത്ത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് വന്നൊരു ബംഗാളിയാണ്. ഞാനൊരു ദിവസം ഒരു മെർസിഡീസ് കാറ് ഒരു കുടിലിൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ അയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അയാളായിട്ട് പരിചയപ്പെട്ടിട്ട് അയാൾ കച്ചറ പെറുക്കലായിരുന്നു പണി. പിന്നെ അയാളുടെ മിടുക്കൊണ്ട് അയാൾ ഒരു 5-6 ആൾക്കാരെ വെച്ച് കച്ചറ പെടുക്കാൻ തുടങ്ങി. പിന്നെ അയാൾ 60 ആളായി, 600 ആളായി, 6000 ആളായി. അങ്ങനെ കച്ചറയുടെ ഹോൾസെയിൽ ഡീലറായി അയാൾ. കാരണം അതാണ് ബോംബെയിൽ എന്ത് ഈ കാലിക്കുപ്പി എടുത്ത് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കോടീശ്വരന്മാരാവല്ലോ. എന്ത് ചെയ്താലും കോടീശ്വരന്മാരാവാം. ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻസി വേണം, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം കാര്യങ്ങൾക്ക്. മാത്രമല്ല ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർ ഒരു ബിസിനസ്സിന് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ബിസിനസ് പോയി, പിന്നെ അങ്ങനത്തെ ഒരു ചിലപ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിൽ നിന്ന് മറ്റേ ബിസിനസ്സിലേക്ക് പോകുന്ന സമയത്താവും ഇത് ഫ്ലറിഷ് ആവുന്നത്. നമ്മൾ സ്ഥിരത ഉണ്ടായാൽ മതി എന്ത് കാര്യങ്ങൾക്കും. കച്ചറ പെറുക്കാണെങ്കിൽ ജീവിതകാലം മുഴുവനും കച്ചറ പെറുക്കാം. പക്ഷെ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാണ്ട് കച്ചറ പെറുക്കിയിട്ട് കാര്യമില്ല. പിന്നെ എന്തായാലും സാറിന്റെ ഇത്രയും നല്ല എന്താ പറയാ ബിസിനസ് ജീവിതത്തിന്റെ കാട്ടിലും ഉപരി ഇപ്പൊ ഒരു മുംബൈക്കറായിട്ട് ഒരു കേരള മുംബൈക്കർ എന്ന് തന്നെ പറയാം. ഞങ്ങൾ മഹാരാഷ്ട്ര മലയാളി എന്നാ ഞങ്ങളെ പറയാം. കാരണം ഞങ്ങൾ മഹാരാഷ്ട്രിയൻസ് ആണ്, പക്ഷെ ഞങ്ങൾ മലയാളം സംസാരിക്കുന്ന മഹാരാഷ്ട്രിയൻസ് ആണ്. അങ്ങനെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത ഈ വ്യൂസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ജോലി എടുക്കാൻ മടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഏതൊരു സ്ഥലം നല്ല സ്ഥലമല്ല. പക്ഷെ നോക്കൂ, ഒരു നേട്ടത്തിനും ഷോർട്ട് കട്ടില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഏത് മേഖലയിലായാലും, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായാലും ശരി, ഇവർ ചെയ്യുന്ന ജോലിയിലായാലും ശരി, നിങ്ങൾ കഠിനാധ്വാനം ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ടല്ല ഒരേ ബുദ്ധി, ഒരേ കഴിവ്, ഒരേ ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷേ അതിനെ നിങ്ങൾ മാക്സിമം എത്ര ഉപയോഗപ്പെടുത്തുന്നു അത്രയും നിങ്ങളിൽ വളർച്ച ഉണ്ടാവുന്നു. അത്രയുള്ളൂ. നമ്മളത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിയാണ്, ഒരേപോലെ കഴിവാണ്. പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. എന്തായിരുന്നാലും ഇത്രയും തിരക്കിനിടയിൽ രണ്ടുപേരും കൂടി നമുക്ക് ഇന്റർവ്യൂ തന്നത് തന്നെ ഒരു വലിയ കാര്യം. തീർച്ചയായിട്ടും അവര് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള മോഹമുള്ള ഒരു ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ അഡ്വൈസ് എന്തായിരിക്കും? ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്ലാനിങ്ങോട് കൂടിയിട്ട് ബിസിനസ് തുടങ്ങണം. നമ്മൾ വളരെയധികം ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടിയിട്ട് ബിസിനസ്സിൻ്റെ മേഖല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ ഒരാൾ ഒരു ചക്ക വീണു ഒരു മുയൽ ചത്തു അത് വിചാരിച്ചിട്ട് എപ്പോൾ ചക്ക വീണാലും മുയൽ ചാവില്ല. ഒരാൾ ഒരു ബിസിനസ്സിൽ ഫ്ലറിഷായി അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ആ ബിസിനസ് ചെയ്താലും ഫ്ലറിഷ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഇൻ്റലിജൻസ് ലെവൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾ ഒരിക്കലും തുടങ്ങരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ആ ബിസിനസ്സിനോട് ഒരു താല്പര്യം ഉണ്ടാവണം, ആ പ്രവൃത്തിയോട് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവണം. അത് മാത്രമേ നിങ്ങൾ അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങരുത്. തീർച്ചയായിട്ടും ഒരു ബോർഡമായിട്ടുള്ള വിചാരിക്കുന്ന ഒരു ബിസിനസ് ആരും തുടങ്ങരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും his life itself is a big lesson for everyone those who are watching this channel. Thank you so much for spending your time. Thank you. ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി, ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ എല്ലാ മലയാളികളുടെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കാരം. സോ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല എപ്പിസോഡായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എപ്പിസോഡായിരുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും I'll meet you all in the next fantastic program. Until the next meet, bye bye.